താജ്മഹൽ കൂടി നമ്മുടെ കൂടെ സാജിദ അടുത്ത എണ്ണാൻ പോകുന്ന മൂത്താന്തരയും വടക്കന്തരയും ഒക്കെ അവിടെ ഒരു അത്ഭുതം കാണിക്കാൻ പറ്റണം. അത്ഭുതം എന്ന് പോരാ, വലിയ ഒരു കുതിച്ചുചാട്ടം നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബി.ജെ.പിയെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? യു.ഡി.എഫിന്റെ മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ തന്നെ കാണുന്നത്. ആദ്യ റൗണ്ടിൽ കൽപ്പാത്തിയുടെ ബൂത്തുകളും ഒലവക്കോട് സെന്ററും അടക്കമുള്ള ബൂത്തുകളാണ് എണ്ണിയത്. അതിനുശേഷം രണ്ടാം റൗണ്ടും ഈ കൽപ്പാത്തി സൗത്ത്, പുതൂർ അടക്കമുള്ള സ്ഥലങ്ങളാണ്. മൂന്നാം റൗണ്ട് പറക്കുന്നം, അതുപോലെ തന്നെ കൊപ്പം, സുൽത്താൻപേട്ട അടക്കമുള്ള സ്ഥലങ്ങളാണ് എണ്ണിയിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ യു.ഡി.എഫിന് തന്നെയാണ് ലീഡ്. അത് മൊത്തം വോട്ടിന് 1386 ആയിരുന്നു. പക്ഷെ ആ സമയത്തും ടോട്ടൽ വോട്ട് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു.ഡി.എഫിന് 708 വോട്ടിന്റെ ലീഡാണ്. അതായത് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ 3 റൗണ്ട് കഴിയുമ്പോൾ കാണുന്നത്. ഒരുപക്ഷെ സരിനും വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് സരിൻ 500-ലധികം വോട്ട് ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ വർദ്ധിപ്പിച്ചു. മൂന്നാം റൗണ്ടിൽ കാര്യമായ വർധന സരിന് ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ യു.ഡി.എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. യു.ഡി.എഫിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഈ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ബി.ജെ.പിയുടെ ലീഡ് 1225 ആയിരുന്നു. അവിടെ മൂന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ 700 വോട്ടുകളുടെ 708 വോട്ടിന്റെ ലീഡ് നേടുന്നതാണ്. അതായത് സ്വാഭാവികമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നില കുറഞ്ഞിരുന്നു ബി.ജെ.പിക്ക്. അവിടെ ലീഡ് നില വർദ്ധിപ്പിച്ച് രാഹുൽ മുന്നോട്ട് പോവുകയാണ്. ഇനി വരാൻ പോകുന്ന 4ാം റൗണ്ടിൽ 2314 വോട്ടിന്റെ ലീഡ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 5ാം റൗണ്ടിൽ അവർ അത് ഇരട്ടിയാക്കി 4387 വോട്ടാക്കി. 6ാം റൗണ്ടിൽ 6695 വോട്ടാക്കി. അതായത് ഇനി വരാൻ പോകുന്ന റൗണ്ടുകൾ നിർണായകമാണ്. അല്ല, അവിടെ അജിംസെ ഒരുപക്ഷെ അവർ ലീഡ് തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ ഈ ഒരു അശ്വമേധം തുടരുകയാണ് എങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വാട്ടർലൂ ആണ് പാലക്കാട്. ഉറപ്പായിട്ടും അതെ, അതാണ് അതിന്റെ സൂചനകൾ. അതായത് ഈ വരാൻ പോകുന്ന നഗരസഭാ വോട്ടുകൾ എണ്ണി തീരുന്നവരെ നമുക്ക് ഇത് കാണേണ്ടി വരും. ചിലപ്പോൾ ബി.ജെ.പി ഒരു ലീഡ് നേടിയേക്കാം. പക്ഷെ അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ സെഗ്മെന്റിൽ നേടിയ ലീഡിനൊപ്പം വന്നില്ല എങ്കിൽ തീർച്ചയായും ആകെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിയാണ്. കാരണം നിർണായകമായ അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് എണ്ണിത്തീരുന്നത് എന്ന് നോക്കണം. അതിങ്ങനെ കത്തി തീരുകയാണ്. കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഷൂ ആണ്. അപ്പൊ അതുകൊണ്ട് അതാണ് നിഷാദ് നമുക്ക് അറിയേണ്ടത്. പാലക്കാട് അടുത്ത എണ്ണാൻ പോകുന്ന സ്ഥലങ്ങൾ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളായ മൂത്താൻതറയും മറ്റുമാണ്. അവിടെ എണ്ണുമ്പോൾ ബി.ജെ.പിക്ക് ഈ ലീഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? തിരിച്ചു പിടിച്ചാൽ എത്ര പിടിക്കാൻ കഴിയും? ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടാൽ ബി.ജെ.പി വളരെ ഫ്രം ദ വെരി ബിഗിനിങ് അവരുടേത് ദുർബലമായ ഒരു സഞ്ചാരമാണ് നമ്മൾ കാണുന്നത്. ബി.ജെ.പിക്ക് ഒരു ആവേശവും വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണകുമാറിന് ഒരു നിലയ്ക്കുമുള്ള ഒരു പ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ വോട്ട് നില കാണുമ്പോൾ കഴിയുന്നത്. 4498 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ LDF ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് പറയട്ടെ. 708 വോട്ടിന്റെ ലീഡ് മാത്രമാണ് 708 വോട്ടിന്റെ ലീഡ് മൂന്നാം റൗണ്ടിൽ അസംഭവ്യമെന്ന് ബി.ജെ.പിക്കാർ കരുതിയതാണ്. അവിടെ ഒരു ലീഡ് എടുക്കുക UDF-ഓ LDF-ഓ അസാധ്യം എന്ന് വിചാരിച്ചിടത്തേക്ക് ബി.ജെ.പിയെ വീഴ്ത്തിക്കൊണ്ട് UDF ലീഡ് എടുക്കുന്നു എന്ന് വെച്ചാൽ ഇത് ഒരു ട്രെൻഡ് ആവാനുള്ള സാധ്യത, ഒരു UDF അനുകൂല വോട്ടിന്റെ ഒഴുക്കുണ്ടാവാനുള്ള സാധ്യത പ്രതീക്ഷിച്ചു. അതായത് ഷാഫിയേക്കാൾ ഒരു 1-2 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയപഥമേറാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം